നമ്മൾ പറയുന്നത് എന്താണോ അത് നമ്മളങ്ങ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അത്ര ചേച്ചിക്ക് ബുദ്ധിപരമായ ഉത്തരവാണ് വേണ്ടത്. ഈ ധ്യാന ഉത്തരം മതി. അല്ല ക്ലൈമാക്സ് ആരോട് പറഞ്ഞിട്ടില്ലേ? പ്രൊഡ്യൂസർ ടെയിലെന്ത് ആക്ച്വലി ഞങ്ങള് അതിന്റെ സീൻ തന്നെ മാറ്റി വെച്ചു, ആർക്കും കൊടുത്തില്ല. തിയേറ്ററിലും ഉണ്ടാവില്ല മിക്കവാറും. ഞാനിങ്ങനെ ഭയങ്കര ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുട്ടത്തേക്കൊക്കെ മാറി എന്ന് സ്വയം അഭിനയിച്ചിട്ട് ഇല്ല പ്രാർത്ഥിക്കാൻ പോകുക. ആകപ്പാടെ കിട്ടിയ ഒരു പിടിവള്ളിയാണ്. കൂത്തുറമ്പ് സ്റ്റാൻഡ് എന്ന ഒരാള് നോക്കിയിട്ട് പ്രവചിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ കലാരംഗത്ത് വരും, 3 കാര്യങ്ങൾ ചെയ്യും, ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്നു. അപ്പൊ അച്ഛൻ അയാളെ പുച്ഛിച്ചിട്ട് പോകുന്നതാണ്. കഴിവുള്ള 2 മക്കളുണ്ടാവും. അതിൽ ഒരുത്തൊരു മണ്ടനായിരിക്കും. അതാണ് 3 കാര്യം. മൂന്നാമത്തെ കാര്യം അത് വിശാഖ കണ്ണട അല്ലേ? ഇത് സ്വന്തം കണ്ണട. പക്ഷെ അപ്പോഴും നീ നിന്റെ കണ്ണട എനിക്കല്ലേ തന്നത്? ഈ 3 പേർക്ക് അത് കൊടുക്കാൻ മനസ്സിലാവുന്നില്ല. ഇല്ല, തോന്നിയില്ല. കാരണം എന്താണെന്നറിയോ, എനിക്ക് ധ്യാനോട് മാത്രമാണ് ഭയങ്കര ഭയങ്കര ആത്മബന്ധം ഉള്ളത്. ഞാൻ എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട്. 3 പേരെ പറഞ്ഞു വിടട്ടെ. വേണുവിനെ കാണുമ്പോ കുറെ സ്ഥലത്ത് ശ്രീനിവാസൻ സാറാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്, ചില സ്ഥലത്ത് അത് മുകേഷ് സാറാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്, ചില സമയത്ത് അത് ജഗദീഷ് സാറാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ആരാന്ന് മനസ്സിലാവാത്ത പോലെ കുറെ എല്ലാരും കംപ്ലീറ്റ് ആക്കി. പിന്നെ മറ്റേ വിനീതായിട്ട് എന്നാലും ധ്യാനിനെ കുറിച്ച് ഒരു കഥ പറഞ്ഞില്ലല്ലോ ആ സിനിമ സെറ്റിൽ. ഒന്നും പറയണില്ല ഡയറക്ടർ. സത്യം കേട്ടോ. എനിക്കൊന്നും പറയാനില്ല, ഇവര് പറയട്ടെ. ഈ പടത്തിന്റെ കഥയെങ്കിലും പറ കുറച്ച്. അച്ഛൻ പണ്ടേനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ധ്യാൻ ചേട്ടൻ? എന്റെ അച്ഛനെ അറിയില്ലെന്ന് തോന്നുന്നു. വീട്ടിലുണ്ട്, പോയി പരിചയപ്പെടാം. ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റിയ സമയമാണ്. എല്ലാം തുറന്നു പറയും, എല്ലാവരെ പറ്റിയും പറയും. മലയാള സിനിമയിലെ അടുത്ത എല്ലാ പ്രഗത്ഭരെ പറ്റിയും പാതവരാതെ സംസാരിക്കും.